സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പില തോരൻ ഉണ്ടാക്കാം. അതിന് ഏത് ഇലയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ ചേമ്പാണ്. ചില സ്ഥലങ്ങളിൽ ഈ ചേമ്പിന് പാൽച്ചേമ്പ് എന്ന് പറയും. ഇതിൻ്റെ ഇലയും തണ്ടും കിഴങ്ങും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഇലയല്ല എടുക്കേണ്ടത്, മുകളിൽ കാണുന്ന 2 ഇലയാണ് എടുക്കേണ്ടത്. ഇലയെടുക്കുമ്പോൾ പുതുതായി ഉണ്ടായി വന്ന ഇലയാണ് തോരനുണ്ടാക്കാൻ നല്ലത്. കർക്കിടക മാസത്തിൽ 10 ഇല കഴിക്കണം എന്ന് പറയുന്നതിൽ ചേമ്പിലയുമുണ്ട്. ഇത് എൻ്റെ വീട്ടിലുള്ള ചേമ്പിലയാണ്. ഈ ഇല മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഇലയുടെ അടിയിൽ കാണുന്ന ഈ തണ്ട് പോലുള്ളത് ചെത്തിക്കളയാം. അതു ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെത്തേണ്ടത് എന്ന്. ഇതുപോലെയാണ് ചെത്തി കളയേണ്ടത്. ഇലയെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ അടക്കി വെച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ഇനി ഇങ്ങനെ ഓരോ വരയിട്ട് അടിയിലുള്ള ഇലകൾ ചെറുതാക്കിയെടുത്ത ശേഷം മുറിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ചേമ്പിലയുണ്ടെങ്കിൽ കളയാതെ തോരനുണ്ടാക്കി കഴിക്കണം. ഇത് എല്ലാ ഇലയും മുറിച്ച് വെച്ചതാണ്. ഇനി 1/2 കപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അധികം വെന്തു പോകരുത്. ഇത് വേവിച്ചെടുത്ത പരിപ്പാണ്. ഇനി നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. ഈ പ്ലേറ്റിൽ കാണുന്ന 4 സാധനങ്ങളും ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കി എടുത്തതാണ് ഇത്. ഈ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും വേണം. ഇത് 1 ടേബിൾ സ്പൂൺ അരിയാണ്. ഇത് നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ അരി ഇട്ട് കൊടുക്കാം. ഈ അരി വറുത്തെടുക്കുന്നത് വറവുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇടുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇട്ടുകൊടുത്താൽ ഇടയ്ക്കിടെ കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ല സ്വാദ് തന്നെ ആണ്. ആദ്യം ഇടരുത്. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് തണുത്തു പോകും. തണുത്താൽ കടിക്കാൻ സ്വാദുണ്ടാവില്ല. അതുകൊണ്ട് അത് വറുത്ത് മാറ്റി വയ്ക്കണം. അരി ഒന്ന് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോഴാണ് മാറ്റി വെക്കേണ്ടത്. കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ പാനിൽ തന്നെ
നമുക്ക് ഒരു നുള്ളി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ചേമ്പിലയും ഇടാം. ഇനി ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ചേമ്പിലയുടെ ഗുണം എത്രയുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമല്ലോ. അതുകൊണ്ട് ഇലയുണ്ടാക്കാൻ അറിയാത്തവർ ഇത് ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കരുത്, സ്വാദുണ്ടാവുകയില്ല. ഇതിലേക്ക് വേവിച്ച പരിപ്പിട്ട് കൊടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങയും ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇനി തുറന്നു നോക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പുളിയും ഒഴിച്ച് ഇളക്കി ഒന്നുകൂടി മൂടി വയ്ക്കാം. പരിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറുപയർ ഇട്ടും തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ പരിപ്പും ചെറുപയറും രണ്ടും മാറി മാറിയിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. ഇത് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച അരിയിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. കുറച്ച് അരി മാറ്റി വയ്ക്കുകയും ചെയ്യാം. അത് ഭക്ഷണം വിളമ്പിയ ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.